പ്രിയ സൗഹൃദങ്ങളെ, ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം നമ്മുടെ വളർത്തുമൃഗങ്ങളെക്കുറിച്ചാണ്. പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ മൃഗങ്ങളെ വളർത്താം. മീനിനെ വളർത്തുന്നവരുണ്ട്, ഭംഗിക്ക് വേണ്ടി, വീടിൻ്റെ ഭംഗിക്ക് വേണ്ടി. പശുവിനെ വളർത്തുന്നവരുണ്ട്, പാല് ലഭിക്കാൻ വേണ്ടി. പശു, ആട്, എരുമ, അങ്ങനെ കുറേ മൃഗങ്ങളുണ്ട്. പട്ടിയെയാണ് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. നമുക്ക് വേണ്ടി നമ്മുടെ കാൽ കീഴിൽ വന്ന് കിടക്കുന്ന ഒരു പാവം മൃഗം. പക്ഷേ അതിൻ്റെ രൂക്ഷത കണ്ടാൽ നമ്മൾ പോലും ഭയന്നു പോകും. അതിന് ശത്രുവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ദേഷ്യം വീട്ടുകാരെ പോലും ഭയപ്പെടുത്തും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം പട്ടിയോട് പെരുമാറാൻ. നിസ്സാരമായിട്ട് നമ്മൾ പലരെയും പോടാ പട്ടി എന്നൊക്കെ വിളിക്കാറുണ്ട്. പട്ടി അറിയരുത്. കാരണം ഇത്രയും നന്ദിയുള്ള ഒരു മൃഗത്തെ നമുക്ക് ഈ ലോകത്ത് കാണാൻ കിട്ടില്ല. അങ്ങനെയുള്ള എന്നെ നന്ദിയില്ലാത്ത ചില ആളുകളുടെ മുഖത്ത് നോക്കി ഇത് വിളിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പട്ടിക്ക് മനസ്സിലാവുമെങ്കിൽ അവൻ മനുഷ്യനെ കടിച്ച് കീറും. എനിക്ക് കൊണ്ടൊരു നായി, നമ്മുടെ പ്രിയങ്കരനായ ബ്രൂണോ സുഖമായിട്ട് കട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. ബ്രൂണോയുടെ ബാല്യം വളരെ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ എടുത്തുകൊണ്ട് വന്നതാണ്. 2 മാസമൊക്കെ ആയിരുന്നു. നാടൻ പട്ടിയാണോ വിദേശിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവൻ്റെ സ്നേഹം വേറെ ഒരു സ്ഥലത്തു നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത്രത്തോളം ഒരു എന്താ പറയുക, എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒറ്റയ്ക്കാണിപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ മകളാണ് അവനെ വളർത്തുന്നത്. അവൻ്റെ എന്താ പറയുന്നത്, കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവളാണ്. പക്ഷേ മകളില്ലാത്ത സമയത്തൊക്കെ ഞാൻ തന്നെയാണ് അവനെ നോക്കുന്നത്. നോക്കാൻ വേറെ ഒന്നുമല്ല, അവന് നല്ല ആഹാരം കൊടുക്കുക, അത്രമാത്രം. അവൻ എന്നോട് കാണിച്ച ഒരു സ്നേഹത്തിൻ്റെ തീവ്രത സത്യം ചിലപ്പോൾ മക്കൾ പോലും അത്രയും സ്നേഹം ചില ഘട്ടങ്ങളിൽ നമുക്ക് തരാറില്ല. ഞാൻ 2 കാലും 2 മുട്ടും മാറ്റി വെച്ച ഒരു വ്യക്തിയാണ്. ഞാൻ ഈ മുട്ട് മാറ്റി വെച്ച സമയത്ത് വീട്ടിലാരുമില്ല. മക്കൾ 2 ജോലിക്ക് പോകുന്നു. ഒരു ജോലിക്കാരി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവൻ എന്നെ എപ്പോഴും കാവൽ പോലെ അവിടെ വന്ന് നിൽപ്പുണ്ട് എൻ്റെ അടുത്ത്. ഒരു 2 മാസത്തെ ഫിസിയോതെറാപ്പി ചെയ്യണമുണ്ടായിരുന്നു. അത് ചെയ്ത സമയത്ത് അയാൾ എൻ്റെ കാലിൽ തൊടാൻ പോലും സമ്മതിക്കാതെ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഒറ്റ നിൽപ്പാണ്. ഒന്നും കുരയ്ക്കുകയോ ബഹളം വയ്ക്കുകയൊന്നുമില്ല. പക്ഷേ ആ പയ്യന് പേടിയാണ്. അയ്യോ അമ്മ ഇതവൻ കടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനൊന്നും ചെയ്യില്ല, അവനെ എന്നെ നീ ഉപദ്രവിക്കില്ല എന്നുള്ളൊരു വിശ്വാസം വന്നാൽ അവൻ നീങ്ങിയിരിക്കും. ഞാൻ പറയും, മോനെ അമ്മ നടക്കാൻ വേണ്ടിയാണ്, മക്കൾ അവിടെ ചെന്ന് ഇരിക്കാൻ പറഞ്ഞാൽ ഓടിച്ചെന്ന് ദൂരെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ അവൻ ആ മുറി വിട്ട് പോവില്ല. അവിടെയാണ് ആ കെയർ എനിക്ക് ലഭിച്ചത്. ശരിക്കും ഒരു മുതിർന്ന ഒരു വ്യക്തി നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി അവിടെ ഇരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യും. എന്നും അവൻ വരുമ്പോൾ കുരയ്ക്കും, തടയും, പക്ഷേ ഇതുപോലെ ചെന്ന് ഇരുന്നോളും. അങ്ങനെ ഒരു ദിവസം ഞാൻ നടക്കാൻ തുടങ്ങി, വെളിയേറെ. അന്ന് എൻ്റെ ബ്രൂണോയുടെ സന്തോഷം കണ്ടാൽ സത്യം പറഞ്ഞാൽ ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. കാരണം അവൻ ഓടിച്ചെന്ന് തറയിൽ കിടന്ന് ഉരുളുകയും വിരളുകയും ബഹളം വയ്ക്കുകയും എന്നിട്ട് എന്നോടൊപ്പം, എന്നെ തൊടാതെ തൊട്ടില്ല എന്ന മട്ടിൽ എന്നോടൊപ്പം നടന്ന് മുമ്പേ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന പൂച്ചകളെയൊക്കെ ഓടിച്ച് എനിക്ക് വഴിയൊരുക്കുന്ന ആ രംഗം പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. കാരണം അത്ര സ്നേഹത്തോടെയാണ് അവൻ എന്നെ, ഞാൻ എവിടം വരെ നടക്കുന്നു അതുവഴി അവൻ തിരിച്ചു വരും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടക്കുന്ന ഒരു സന്തോഷം അവൻ്റെ.
കാരണം ഒരു ഏകദേശം ഒരു കുറച്ച് സമയം ഞാൻ വെളിയിലിറങ്ങി നടന്നത്. അന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് വന്നപ്പോൾ ഇവൻ അടുത്ത് ചെന്ന് അവൻ്റെ കാലിൽ ചേർന്ന് നിൽക്കുകയാണ്. ഞാൻ അതിശയിച്ചു പോയി. കാരണം അവൻ എന്ത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഈ ആൾ വരുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് നടക്കാൻ സാധിച്ചതെന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവനുണ്ടായി. അതെന്നെ വല്ലാതെ, എൻ്റെ ബ്രൂണോയെക്കുറിച്ച് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു കാര്യം, അവൻ ഇത്രയും സ്നേഹം ഇതെങ്ങനെ അവൻ കരുതി വെച്ചു. ഇന്നും ഞാൻ എവിടെ ഇരിക്കുന്നോ അതിൻ്റെ തൊട്ടടുത്ത് അവനുണ്ടാവും. അതെവിടെ ഇത്ര സ്നേഹസമ്പന്നനായ എൻ്റെ ബ്രൂണോയെക്കുറിച്ച്. പൂച്ചകൾക്ക് നന്ദിയില്ല. അവയ്ക്ക് അവയുടെ സ്വാർത്ഥമായ ആഹാരവും അതിൻ്റെ കാര്യങ്ങൾ മാത്രമേ അത് നോക്കാറുള്ളൂ. പിന്നെ വീട്ടിനകത്തൊക്കെ വൃത്തികേടാക്കും. പക്ഷെ അവനങ്ങനെയല്ല. അവൻ പുറത്തു പോയി രാത്രി എത്ര സമയമായാലും അവൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഒരു കരച്ചിൽ ശബ്ദം പുറപ്പെടുവിക്കും. എന്നിട്ട് ഞാൻ കഥ തുറന്നു പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന്, അതാണ് അവൻ്റെ സ്വഭാവം. എൻ്റെ ബ്രൂണോയെക്കുറിച്ച് എനിക്ക് ഇനിയും ഒരുപാട് പറയാൻ. നിങ്ങൾ വളർത്തുന്നെങ്കിൽ പട്ടിയെ വേണം വളർത്താൻ. അവൻ സ്നേഹിക്കുന്നത് പോലെ ആരും നമ്മളെ സ്നേഹിക്കില്ല. ഒരു സന്തത സഹചാരിയെപ്പോലെ എൻ്റെ കൂടെ എന്നും അവനുണ്ടാവും. ഇടയ്ക്ക് 2 ദിവസം ഞാൻ അവനെ ഉപേക്ഷിച്ച് പോയതല്ല, അത്യാവശ്യത്തിന് പോയതാണ്. പക്ഷെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. കാരണം ഒന്നും കഴിക്കാതെ, ഞങ്ങളെ കാണാതെ എത്രമാത്രം വിഷമിച്ചു എന്നുള്ളത് ചിന്തിച്ചപ്പോൾ വല്ലാത്ത തീവ്രമായൊരു വേദന എനിക്ക് തോന്നി. അവന് പറയാനറിയില്ല, ആരോട് സംസാരിക്കാനറിയില്ല. അപ്പോൾ അവന് ഒരിക്കലും അങ്ങനെ ഇട്ടിട്ട് പോയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ആരെങ്കിലും ഇവിടെ ഇല്ലാതെ ഞാൻ പുറത്ത് പോയില്ല. പോയാൽ തന്നെ രാവിലെ പോയി രാത്രി വന്നിരിക്കും. ഇതാണ് വളർത്തു മൃഗങ്ങളെ നമ്മൾ സ്നേഹിച്ച് വളർത്തിയാൽ 2 കാര്യങ്ങളുണ്ട്. 1, അവയെ ഉപേക്ഷിച്ച് പോകാൻ നമുക്കാവില്ല. 2, അവയ്ക്ക് സമയാസമയത്തിന് ആഹാരവും വെള്ളവും എല്ലാം കൊടുക്കണം. കാരണം മിണ്ടാപ്രാണികളല്ലേ. ഇവിടെ സ്വന്തം രക്ഷകർത്താക്കൾക്കൊരു സംരക്ഷിക്കാത്ത ആളുകളോട് മൃഗങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായം, അവയെ നമ്മൾ സ്നേഹിച്ചു പോകും. അത്ര സ്നേഹമാണ് നമ്മളോട് അവർക്കുള്ളത്. നന്ദി, നമസ്കാരം.